മഴ കുട മഴ പെയ്ത കോപ്പി അല്ല, ഏതോ അങ്ങ് ദുബായിലത്തെ കൊടയാ. ഉണ്ടോ കൊടുക്ക്. അപ്പൊ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നും ഞാൻ പുറത്ത് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഏരിയ വെക്കത് തന്നെയാണോ ഡേ പണിന്ന്? എനിക്കിതൊക്കെ തന്നെയാണ് ഡേ പണി. പല്ല് കണ്ടോ? പല്ല്, എൻ്റെ പല്ലൊന്ന് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയതല്ല, ഒരു സ്ക്രാച്ച് വീണിട്ടുണ്ട്, ഒരു പ്രശ്നം. അപ്പം അത് വലുതാവാൻ വെക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അപ്പം ഞാനെന്താക്കി, അതൊന്ന് കൊണ്ടുവച്ച് റിപ്പയർ ചെയ്യാമെന്ന് കരുതി കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ കൊയിലാണ്ടി കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു കമ്പനിക്കാരന് ബസ്സിലുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നെങ്കിൽ 11:45 അല്ലേ 12 മണി, ബ്ലോക്കാണേ 12 മണി അല്ലേ 11:45. ഇത് ഏത് സമയത്തെന്ന് വെച്ച് ഞാൻ അട്ട് പോവും. അപ്പോൾ പിന്നെ അടുത്തത് ഉള്ളിയേരി ഭാഗത്തേക്ക് വിളിച്ചു. അപ്പോൾ എൻ്റെ ചങ്കബ്രോ ഉണ്ടായിരുന്നു, അവൻ ബസ്സിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഒരു 12:30 ആകുമ്പോഴേക്ക് എത്തിക്കും, ഞാൻ ബസ്സിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്കാക്കി. അതായ പൈസയും കൊടുക്കണ്ട, ഈ കൊയിലാണ്ടിക്ക് കയറുന്ന പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ഉള്ളിയിരുന്ന് കയറുന്നത് പൈസ കൊടുക്കണ്ട. കാരണം അരുണേട്ടൻ പോകുന്ന ബസ്സല്ല, റൂട്ടാണല്ലോ, ബസ്സുമാണല്ലോ. അപ്പം എന്നിട്ട് അങ്ങോട്ടേ പോയേക്കാന്ന് കരുതി. ഞാൻ ബുക്കൊന്നും ചെയ്തിട്ടില്ല. കോഴിക്കോട് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ദന്തൽ ക്ലിനിക്കിലാണ് പോകുന്നത്. കുറച്ച് പൈസ കൂടുതലാട്ടോ പുറത്തേക്കാട്ടിലും, പക്ഷെ നല്ല സർവീസാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആദ്യം അരുണ് ഗൾഫിൽ പോകുന്ന സമയത്ത് ഒരു പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാ. അപ്പം ഇത് കേൾക്കുന്ന നമ്മളെ അയ്യോ ആ പേരും മറന്നുവല്ലോ, ഏതായാലും ഒരു കോക്ടെയിൽ ഉണ്ടല്ലോ, ആ കോക്ടെയിൽ പറയൂ, ചെന്നിനാടാ പല്ലിൻ്റെ ഹോസ്പിറ്റലിലൊക്കെ പോയി, എൻ്റെ പല്ല് ഞാൻ പറിച്ചു തരൂല അയ്യോ എന്ന് ചോദിക്കും. അന്ന് ചേച്ചിനെ പരിചയമല്ല ഈ ചേച്ചിയെ. അപ്പം എന്നിട്ട് നല്ല മഴ കേട്ടോ. അന്ന് പോയതാണ്. പിന്നീട് എന്നെ കാണിക്കാൻ പോയി, മകനെ കാണിക്കാൻ പോയി, മകളെ കാണിക്കാൻ പോയി. അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ മകൾക്ക് പല്ലിന് കമ്പിയിടാൻ പോയി. അവളുടെ ഒരു കസിന് വേറൊരാൾക്ക് കമ്പിയിടാൻ പോയി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫാമിലി ഹോസ്പിറ്റൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. അതാ കുറച്ചുകൂടി ഞാൻ അടുത്തേക്ക് പിടിച്ചിരിക്കുന്നത്. നല്ല മഴയാണ്. മുമ്പോട്ട് കാണിക്കാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വീക്കോട്ട് കാണിക്കുന്നത്. നമ്മൾ ഐഫോണാണ്. പിന്നെ വീണ്ടും ഇങ്ങനെ എടുത്ത് വെച്ച് പറയാമെന്ന് അറിയരുത്. ഐഫോണിൽ തിരിച്ച് ബാക്ക് ക്യാമറ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടില്ല. എല്ലാവരും വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാക്കും, അല്ലാതെ ബാക്ക് ക്യാമറ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് പല്ലൊന്ന് പോയി റെഡിയാക്കിയേക്കാം എന്ന് കരുതി എന്നിട്ട് അങ്ങോട്ട് വിടുകയാണ്. അവിടെ പോയാൽ ഒറ്റ പോക്കിൽ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. ചിലർ 2 പ്രാവശ്യം വലുത് തന്നെ 2 പ്രാവശ്യമൊക്കെ നടത്തിക്കാൻ ശ്രമിക്കും. കാരണം നമ്മളൊന്ന് താൽക്കാലികമായിട്ട് അടച്ചു നോക്കട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് പെയിൻ വരും, പെയിൻ വന്നാൽ ബുദ്ധിമുട്ടാവും, അത് സ്ട്രോങ് ആയിട്ടാണല്ലോ അടിക്കുക, പിന്നെ അത് നിൽക്കൂല, പിന്നെ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ. ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ അതിൽ വിശ്വസിച്ചു, ഞാനത് ചെയ്തു. ഫോക്കസിൽ നിന്ന് അത് ചെയ്ത് ഇറങ്ങി 1 കിലോമീറ്റർ അങ്ങോട്ട് എത്തിയപ്പോൾക്ക് ആ അടപ്പ് കയ്യിലിങ്ങ് പോന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ അടപ്പ് കയ്യിൽ പോകുന്നു പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയൊന്നും പോരൂലെന്ന് പറഞ്ഞ് 2ാമത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്തു, അതും പോന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു വേദന വരുമ്പല്ലേ കുഴപ്പമില്ല, അതിന് പേയ്മെൻറ്റ് ചിലവാക്കണം എന്നുള്ളതല്ലേ, അതും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ചെയ്ത്. അതുകൊണ്ടിപ്പം ഞാൻ പരീക്ഷണത്തിന് വെച്ച് കൊടുക്കാറില്ല, സത്യം പറയാം, ചായ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട്
മഴ തോർന്നു കേട്ടോ. നേരെ ഇന്ന് ദന്തൽ ക്ലിനിക്കിലേക്കുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഓക്കെ, അങ്ങ് പോട്ടോ ചേട്ടാ. വെറുതെ കിടന്ന് ഹോണടിക്കുക. അപ്പോൾ 2 ലോറിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്, എന്നാലും കിടന്ന് ഹോണടിക്കും. അപ്പം അങ്ങനെയാണ്. എന്നാൽ ബാക്കി വിശേഷം വയ്യ തരാട്ടോ. ഒരു ചേട്ടൻ എന്നെ തന്നെ നോക്കി നിൽക്കുക, ക്യാമറയിലേക്ക് ചേട്ടാ ക്യാമറയിലേക്ക് നോക്കിയിട്ട് വർത്താനം പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് വിചാരിക്കും എനിക്ക് പിരാന്താണെന്ന്. അതിനെക്കാട്ടും നല്ലത് നമ്മൾ കട്ട് ചെയ്യുന്നതാ. അങ്ങനെ ബസ് കയറി മക്കളെ. ഗൂഗിൾ പേ ഇല്ലാന്ന്. കുട്ടിമാമ പെട്ടുമാമ എന്ന് പറയാൻ പറ്റൂല. ഡ്രൈവർ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ പേരിൽ കടം പറഞ്ഞു പോന്നു. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കേട്ടോ. ഉള്ളേരി സ്റ്റാൻഡിലെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ പിരിവിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബക്കറ്റുമായിട്ട് എൻ്റെ മുമ്പിലേക്കും വന്നു. അപ്പം എനിക്ക് ഒരു 10 രൂപയോ 20 രൂപയോ അല്ലെങ്കിൽ ഒരു 100 രൂപയോ ഇട്ടാൽ എൻ്റെ ബാധ്യത കഴിഞ്ഞു എന്ന് നമുക്കൊക്കെ വിചാരിക്കാം. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തോട്ടെ. കാരണം ആ ഒരു 10 രൂപയിൽ ഒതുങ്ങുന്നതിനെക്കാട്ടിലപ്പുറം അത് 10 പേരിലേക്ക് എത്തുമ്പോൾ അവരും അതേപോലെ 10 രൂപ സഹായിക്കുകയാണെങ്കിൽ ആ കുട്ടിക്കൊരു കാര്യമായിരിക്കില്ലേ എന്ന് കരുതി. നല്ലൊരു പയ്യൻ കേട്ടോ. ആക്സിഡൻ്റ് ആയ നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്കും വരാവുന്നൊരു സംഭവമാണ്. ഒരു ആക്സിഡൻറ്റിൻ്റെ മുകളിലുള്ള ഒരു ലൈഫേ അല്ലെ ഒരു സൗന്ദര്യമൊക്കെ ഉള്ളൂടോ നമുക്കൊക്കെ. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അന്വേഷിക്കാം. ഇവിടെ എന്താ പറയുക, വയനാട്ടിലാണെന്ന് തോന്നുന്നു. വയനാട്ടിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ കിട്ടും. പോലീസുകാരുടെ കുട്ടികൾക്കുള്ള ഫോട്ടോസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ റിയലാണ് എന്ന് തോന്നിയാൽ നിങ്ങളാൽ പറ്റുന്ന സഹായം നിങ്ങൾ കൊടുക്കുക. എന്നാൽ പറ്റുന്നത് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനത് ചെയ്തു കൊടുത്തു. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. 15 ലക്ഷം രൂപ വേണമെന്ന് കേൾക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കുക. അത്രയുമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. അങ്ങനെ അടുത്ത ബസ് കോഴിക്കോടേക്ക് കയറി. എൻ്റെ ഒറ്റടുത്ത കമ്പനിക്കാരനാട്ടോ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഗൈസ്. അത് മഴയും വണ്ടിയുടെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാത്തത് കൊണ്ടാണ് ഞാനത് വെക്കാതെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. നിനക്ക് മതിയായില്ലേടി, ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഞാനൊന്ന് താഴത്ത് നിന്നോട്ടെ എന്നാ ഇവൻ എന്നോട് പറയുന്നത്. ഞാൻ ഇവൻ്റെയൊക്കെ കൂടെയുള്ള വീഡിയോ എടുത്തിടും. അതെടുത്ത് ഓരോരുത്തർ റോസ്റ്റ് ചെയ്യാൻ നിൽക്കും പാവത്തുങ്ങൾ. എന്നിട്ട് എയറിലാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ നിനക്കിനിയും സമാധാനമായില്ലല്ലേ എന്നാണ്. അതിനാട്ടോ ഞാൻ ഈ ചിരിക്കുന്നത്. അപ്പോൾ അവനതാ മുഖം തരാതിരിക്കുന്നത്, എന്നെക്കൊണ്ട് ഇനി എയറിൽ കയറാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ സുഹൃത്തുക്കളെ സഹായിക്കാൻ പറ്റുള്ളൂ. പാവത്തുങ്ങൾ എൻ്റെ കൂടെ ആര് വീഡിയോ എടുക്കുന്നോ അവരൊക്കെ എയറിലാണ്. എന്ത് ചെയ്യാനല്ലേ. കോഴിക്കോട് നിന്നൊരു ഓട്ടോ വിളിച്ച് ഞാൻ ദന്തൽ ക്ലിനിക്കിലെത്തിയിട്ടോ. ഇതാരും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും കാണണ്ട കേട്ടോ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അരുണിൻ്റെ ഒരു പല്ല് പറിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഫോക്കസിലെത്തുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഹോസ്പിറ്റൽ എന്ന പോലെയാണ് കേട്ടോ ഫോക്കസിൽ ഞങ്ങൾ പോവാറ്. നല്ല എന്താ പറയുക, നല്ല സർവീസ് എന്ന് തന്നെ പറയാം. ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി സർവീസാണ്. അതേപോലെ എന്ന് വെച്ചാൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരാൽ കഴിയുന്നത് മാക്സിമം അവർ അത് റെഡിയാക്കി തരും എന്നുള്ളതാണ്. അത് എല്ലായിടത്തും ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് 1-2 അബദ്ധങ്ങൾ പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് വെച്ച് പറയാൻ കാരണം. കൺസൾട്ടിങ് ഒക്കെ ഫ്രീ ആണ്. അവർ മറ്റുള്ളവരെ പോലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില ഹോസ്പിറ്റലുകാരെ പോലെ ചെറിയ സംഭവത്തെ വലുതാക്കി പറഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് മാക്സിമം എന്തെങ്കിലും പിഴിഞ്ഞ് മേടിക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ പോകുന്നത്. ഞാൻ എൻ്റെ പല്ലിന് എന്തെങ്കിലും ഉണ്ടെങ്കിലോ മക്കൾക്കുണ്ടെങ്കിലോ അതേപോലെ എൻ്റെ സിസ്റ്ററും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ പോവാറ്. ഏതായാലും നല്ല സർവീസാണ്. കോഴിക്കോട് ജില്ലയിലുള്ള ആർക്കെങ്കിലും പല്ലിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പോയിക്കൊള്ളേണ്ടി. ഫോക്കസ് എന്നാണ് ഈ ഒരു ദന്തൽ ക്ലിനിക്കിൻ്റെ പേര് കേട്ടോ. ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു തൊര
ഒന്ന് ഷോപ്പിങ്ങിന് പോയാലോ എന്നുള്ളത്. മുഖമൊക്കെ വാടി കിടക്കുന്ന ഒരുപാട് നേരം ഇങ്ങനെ തുറന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഒരു ഷോപ്പിങ്ങും കൂടി നടത്തിയേക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പോവുകയാണെങ്കിൽ സംഗീതത്തിലേക്കാണ് പോവുക. അപ്പം പ്രത്യേകിച്ച് എന്തെടുക്കണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ലായിരുന്നു. സാരി എടുക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ സാരി എത്രയോ ആൾക്ക് ഇഷ്ടമായി. അപ്പോൾ 4-5 സാരി ഞാൻ പോവുകയാണെങ്കിൽ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും മേടിക്കാം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് എടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചുമ്മാ ഒന്ന് പോയി നോക്കിയതാട്ടോ. അങ്ങനെ എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം. അതല്ലേ പൊതുവെ പതിവ്, അതുകൊണ്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടുന്ന് ട്രയലിട്ട് നോക്കിയതാട്ടോ. ഇതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷനാണ് ഞാൻ എടുത്തത്. ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ചുരിദാറാണ്. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രൈസ് കുറവായെന്നുള്ളതാണ്. ഇതും 1000-ൻ്റെതാട്ടോ. അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ്. അപ്പോൾ ഈ 2 കളറും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. പക്ഷേ ഒരുപാട് ഞാൻ ഇതേ കളറിൽ ഒരുപാട് കളർ ഡ്രസ്സുകൾ എടുത്തത് കൊണ്ട് ഈ 2 ഡ്രസ്സും എടുത്തില്ല. അപ്പം ഞാൻ എടുത്ത ഡ്രസ്സ് ഏതാണ് എന്നുള്ളത് കാണണ്ടേ? കാണിച്ചു തരാം കേട്ടോ, വെയിറ്റ്. അങ്ങനെ സംഗീതിൽ വന്ന് 2 ഡ്രസ്സ് എടുത്ത് പോവാം. എൻ്റെ കൂട്ടുകാരിയാട്ടോ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വരുന്നുണ്ട്. അടിപൊളി ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തൊരു ചുരിദാറും ഒരു സാരി. ഇത് ഇട്ടിട്ടെടുത്തില്ല, ഇല്ല എടുത്തില്ല. ഇത് എൻ്റെ അടുത്ത വേറെ ഫ്രണ്ട്, ഞങ്ങൾ നഴ്സറിയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അത് സ്കൂളിലായിരുന്നു ഒരുമിച്ച് പഠിച്ചത്. അംഗനവാടി പഠിച്ചോൾ ആരുമില്ല. അതൊക്കെ കൊടുത്താൽ ശരിയാവൂലേ? കാണേണ്ടിയൊക്കെ കാണും. നാട്ടുകാരെ ഫ്രീ ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലും അത് നമ്മളന്ന് നോക്കി. ഇവിടെ നല്ല പ്രൈസ് കുറവാട്ടോ. എനിക്ക് ആ മഞ്ഞക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ നല്ല കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാണുന്നുണ്ട്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായിട്ട്. ബ്ലാക്കിന് എത്ര വരുന്നത്? ഞാൻ വാങ്ങിയതിൻ്റെ ആരെങ്കിലും ഉണ്ട്? വീഡിയോ ഉണ്ട്. സംഗീതത്തിന് സാധനം എടുത്തു കേട്ടോ. വെറും ഷോപ്പിംഗ് മാത്രമായി പോയിട്ടിപ്പോൾ എനിക്ക്. അപ്പം ഇനി നേരെ വീട്ടിലുള്ള പണിയാണ്. ഓക്കെ, അങ്ങനെല്ലാം കൂടി തിരിച്ച് വീട്ടിലെത്തി. സംഗീത പോയില്ലേ, ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ കൂട്ടുകാരികൾ ഒരാൾ 4 സാരി, ഒരാൾ 1 സാരിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ സാരി കഴിഞ്ഞു പോയി. പക്ഷെ ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. കാരണം ആ 1 സാരി ഞാൻ എടുത്ത്, സെയിം സാരി കളർ കോമ്പിനേഷൻ ആട്ടോ എല്ലാവരും ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ സാരി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഉള്ള സാരി ഞാൻ എടുത്തു. ആ സാരി ഇതാണ് ഞാൻ നാളെ എടുത്തതിൻ്റെ ബ്ലൂവിൻ്റെ റെഡും അല്ല ഓറഞ്ചും അല്ലാത്തൊരു കളറ്. അപ്പോൾ ഗുരുവായൂർ പോകുമ്പോഴാണെന്ന് വിചാരിച്ചു. ഒന്നിതാണ് എടുത്തത്. പിന്നെ ഒന്നെടുത്തത് കുറച്ച് ഹെവി വർക്കൊക്കെ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ചുരിദാറാണ്. നല്ല ഭംഗിയില്ലേ അല്ലേ മോനെ? ഇതിൻ്റെ ഷാളാണ് മക്കളെ ഹൈലൈറ്റ്. ഒറിജിനൽ മിറർ വർക്കാണ് വരുന്നത്. ഇപ്പിടി ഇരിക്ക്. ആ ചേച്ചി ആട്ടോ എന്നോട് പറഞ്ഞ ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഇതേപോലെ ചുരിദാറിനൊക്കെ ഇടാൻ പറ്റും
ഈ ഒരു കളർ നിറഞ്ഞു. ഇതിൻ്റെ 1-2 കളർ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, വീഡിയോയിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇത് പിന്നെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ച് ഏതാ എടുത്തതെന്ന് കാണിച്ചു തരണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതുമാണ് ഇന്ന് സംഗീതം എന്ന് വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ആദ്യം വെള്ളം കുടിക്കണം. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നസീല.